ഇത് ഒരു സ്ട്രെയിൻഡ് അട്രാക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ്. അപ്പോൾ ഇതിന് കയോട്ടിക് മോഷൻ എന്നാണ് ഇതിന് പറയണത്. അപ്പോൾ ഒരു പെൻഡുലമാണ്. പെൻഡുലത്തിൻ്റെ എൻഡിൽ മാഗ്നറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ചുറ്റിനും ഇത് 3 മാഗ്നറ്റാണ്. അപ്പോൾ ഈ പെൻഡുലം സ്വിങ് ചെയ്യണതിൻ്റെ അനുസരിച്ചിട്ട് ഗ്രാവിറ്റിയും മാഗ്നറ്റിക് ഫോഴ്സസും തമ്മിലുള്ള ഇൻ്റർപ്ലേ വരും. അപ്പോൾ ഈ പെൻഡുലത്തിൻ്റെ മോഷൻ ഒരു അൺപ്രഡിക്റ്റബിൾ രീതിയിൽ പോകും. അപ്പോൾ ഇതിനാണ് ഈ കയോട്ടിക് മോഷൻ എന്ന് പറഞ്ഞിട്ട് പറയണത്. അപ്പോൾ അത് മാത്തമാറ്റിക്കലി എന്താണ് സ്ട്രെയിഞ്ച് അട്രാക്ടർ മോഡൽ എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കാണിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പെൻഡുലം ഒന്ന് സ്വിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഗ്രാവിറ്റിയും ഈ മാഗ്നറ്റിക് ഫോഴ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അനുസരിച്ചിട്ട് അതൊരു കയോട്ടിക് മാനറിൽ മൂവ് ചെയ്യും. അപ്പോൾ അത് കാണിക്കാനാണ് ഈ സാധനം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം പറയണത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു വലിയൊരു സ്വിങ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ലോ ഞാൻ കാണിക്കാം. ഇങ്ങനെ ഒരു കൊടുക്കുകയാണെങ്കിൽ ആദ്യം അത് റെഗുലറായിട്ട് പോകും. പക്ഷേ ആ സ്വിങ് കുറയാൻ നേരത്താണ് ഇത് അൺപ്രഡിക്റ്റബിളായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങണമെന്നാണ് പറയണത്. എന്ന് പറഞ്ഞാൽ ഈ പെൻഡുലം സ്ലോ ഡൗൺ ചെയ്യുന്ന നേരത്ത് സ്ലോ ഡൗൺ തുടങ്ങുമ്പോൾ ഇറഗുലർ മോഷൻ വരുമെന്നാണ് പറയണത്. കണ്ടോ, ഇപ്പോൾ ഇത് ഇറഗുലർ മോഷനായി. സ്ലോ ഡൗൺ ചെയ്തപ്പോഴത്തേക്കും ഇറഗുലർ മോഷനായി. അപ്പോൾ പെൻഡുലം അൺപ്രഡിക്റ്റബിളായിട്ട് സ്വിങ് ചെയ്യുന്നു. ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്ട്രെയിഞ്ച് അട്രാക്ടർ എന്ന മാത്തമാറ്റിക്കൽ മോഡൽ അല്ലെങ്കിൽ കയോട്ടിക് മോഷൻ കാണിക്കാനാണ്. ഇത് ജസ്റ്റ് ഒന്ന് അനക്കി നോക്കാം. ഉണ്ടോ കയോട്ടിക് മോഷൻ. ഇതാണ് കയോട്ടിക് മോഷൻ. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇനി കാണിക്കാം.